ഞങ്ങൾ പഠിക്കുമ്പം ഞങ്ങൾ രണ്ടുപേരും റാങ്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ നമ്മളൊക്കെ വലുത് എന്തൊക്കെയോ ആകും എന്നുള്ള പ്രതീക്ഷ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ട്. 24 മണിക്കൂറും പണി, 2000 രൂപ. പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങളെ നിലനിർത്തിയത് കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് തരും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ. അതെനിക്കൊരു സ്പാർക്കായിരുന്നു. ആ സ്പാർക്ക് ഞാൻ അവളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഈ പാരൈസോന്ന് നമ്മൾ ഇടാനുള്ള കാരണം നമ്മളുടെ ഒരു വിഷൻ ഗ്ലോബൽ ബ്രാൻഡ് ആകണം. അപ്പം നമുക്കൊരു സാധാരണ ഒരു ചെറിയ പേരൊന്നും പറ്റില്ല, നല്ലൊരു പേര് വേണം. പരിപാടി വലിയ ഗ്ലോബൽ സ്വപ്നങ്ങളാണ്. 30 ഇൻഫ്ലുവൻസേഴ്സ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. എന്താ പറയുക, പുച്ഛവും പരിഹാസവുമായിരുന്നു. മാഡം എസ് പറഞ്ഞതും ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു ലൈറ്റായിരുന്നു. ഞങ്ങൾ ആ സമയം ഞങ്ങളെല്ലാം നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ചിരിക്കുക. ഞങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ പുറകെയൊക്കെ നടന്നവരാണ്. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്? 200K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരാൾ സെയിൽസ് ഏറ്റെടുക്കുന്നു, ഒരാൾ പ്രൊഡക്ഷൻ നടത്തുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ കോമ്പിനേഷനാണ് നിങ്ങളുടെ സക്സസ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നിരവധി വനിതാ സംരംഭകർ സ്പാർക്കിൻ്റെ ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ വളരെ അപൂർവമായിട്ടാണ് 2 സുഹൃത്തുക്കൾ ചേർന്ന്, അതും വനിതാ സംരംഭകർ ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭത്തിൻ്റെ കഥ പറയാൻ ഈ വേദി ഒരുങ്ങുന്നത്. നമ്മുടെ നാട്ടിൽ സംരംഭകർ നിരവധി പേരുണ്ടെങ്കിലും വനിതകൾ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വ്യക്തിപരമായി ഞാനും പ്രേക്ഷകരും എല്ലാവരും. അവർ വിജയിച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം തോന്നാറുണ്ട്. ഇതാ സ്പാർക്കുള്ളൊരു കഥയുമായി ഈ വേദിയിൽ എന്നോടൊപ്പം ഇരിക്കുന്നത് ദേവിയും ഹെലനയുമാണ്. രണ്ടുപേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. വളരെ അപൂർവമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്, കാരണം 2 സുഹൃത്തുക്കൾ ചേർന്നൊരു വേദിയിൽ കഥ പറയാനിരിക്കുക എന്നുള്ളത്. ഞാൻ ദേവിയിൽ തുടങ്ങാം. ദേവിയുടെ നാട് എവിടെയാണ്? ഞാൻ ആലപ്പുഴയിലെ മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചത് ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ തുറവൂർ ആ ഭാഗത്തൊക്കെയാണ്. അതിനുശേഷം PG MBA ആയിരുന്നു. അത് DCS MET വാഗമണിലാണ് ചെയ്തത്. ഹെലന നാട് എവിടെയാണ്? ഞാൻ വാഴവരയാണ് സ്ഥലം, കട്ടപ്പനയടുത്ത്, ഹൈറേഞ്ചുകാരിയാണ്. ഞാൻ KG തൊട്ട് സ്കൂളിംഗ് ഒക്കെ അമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ്. മൂലമറ്റം സെക്കൻഡ് ഹേർട്സിലാണ് പഠിച്ചത്. പിന്നെ ഡിഗ്രി സെൻറ്റ് ജോസഫ് മൂലമറ്റം ഡിഗ്രി ചെയ്തത്. പിന്നീട് PG CMS കോളേജ് കോട്ടയം. ഈ രണ്ടുപേരും പഠിപ്പിസ്റ്റുകളാണല്ലേ? നീണ്ട കഥയാണ് പഠിത്തത്തിൽ തന്നെ. ദേവി പഠനം കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ? ഞാൻ MBAക്ക് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് പ്ലേസ്മെൻ്റ് ആയത് ഒരു NBFCയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ട്രിവാൻഡ്രം. അപ്പം ഞാൻ പ്ലേസ്മെൻ്റ് ആയി ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുമായിരുന്നു. ട്രിവാൻഡ്രത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. താങ്കൾ? ഞാൻ PG കഴിഞ്ഞിട്ട് ഒരു ഡിപ്ലോമ കോഴ്സും കൂടെ ചെയ്തിരുന്നു, GIS. അപ്പോൾ അത് ചെയ്തു അവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ. അത് ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ കല്യാണം ആയി. അത് റിസൾട്ട് ആവുന്നതിന് മുമ്പേ കൺസീവായി. അപ്പം വീട്ടിലോട്ട് വരികയാണ്, ഹസ്ബൻഡിൻ്റെ വീട്ട് വണ്ണപ്പുറത്തോട്ട്. ദേവിയോട് ചോദിച്ചില്ല, നിങ്ങൾ തമ്മിലുള്ള പരിചയം എങ്ങനെയാണ്? ഞങ്ങളുടെ പരിചയം, അതായത് ഹെലനയുടെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും ഞാനും കോളേജ് മേറ്റ്സ് ആണ്. DCS MET വാഗമണിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അതിൽ എൻ്റെ ഹസ്ബൻഡും ഹെലനയുടെ ഹസ്ബൻഡും റൂംമേറ്റ്സും ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ലവ് മാരേജ് ആണ്? ഞങ്ങളുടെ ലവ് മാരേജ് ആണ്. ഓക്കെ. അപ്പോൾ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വൈഫാണ്. അപ്പൊ നിങ്ങളുടെയും ലവ് മാരേജ് ആണ്? അതെ. അത് ശരി. അപ്പൊ 2 ഫ്രണ്ട്സിന്റെ ഭാര്യമാരാണ് നിങ്ങൾ. നാച്ചുറലി ഫ്രണ്ട്സ് ആയവരാണത്. ശരി, ദേവിയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആ ജോലിയൊക്കെ കഴിഞ്ഞ് എന്താണ് പിന്നെ ചെയ്തത്? എത്ര വർഷം ജോലി ചെയ്തു? ജോലി 1.5 കൊല്ലത്തോളം ഞാൻ ജോലി ചെയ്തു. ജോലി ചെയ്തതിന് ശേഷം ആ ടൈമിൽ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി. പിന്നെ കുറേ പ്രഗ്നൻസി റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൊണ്ട് എനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് എൻ്റെ നാട്ടിലോട്ട്, പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് എൻ്റെ നാട്ടിലോട്ട് ആലപ്പുഴയിലേക്ക് ഞാൻ തിരിച്ചു വന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ബാങ്കിൽ പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പുള്ളിയും ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിരുന്നു. പുള്ളി കാസർഗോഡുമായിരുന്നു. രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. അപ്പോൾ പ്രഗ്നൻസി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആലപ്പുഴയിൽ തന്നെ ആയി. ഹെലന ആ സമയത്ത് പ്രഗ്നൻസി ഇതേ പ്രശ്നം തന്നെയാണ്? വീട്ടിലുണ്ട്. അപ്പം ഞാൻ പഠിച്ചത് വെച്ചിട്ട് എറണാകുളം സൈഡിൽ എന്തെങ്കിലും ജോലി നോക്കാനായിട്ട്, ഹസ്ബൻഡ് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി ട്രാവലിംഗ് ഒക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം പഠിച്ച സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. അപ്പം ഓൺലൈനായിട്ട് ചെഗ് എന്ന് പറഞ്ഞതിൽ ഫിസിക്സ് എക്സ്പേർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ബേസിക് ആയിട്ടുള്ള ഒരു 10,000 രൂപയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആശമ്മ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ. ആശമ്മ എന്നാണ് വിളിക്കുന്നത്? ആശമ്മയാണ്. ആശമ്മ ഒരു ചെറിയ ടൈലറിങ് ഷോപ്പായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ കൂടുന്നുണ്ട് കുറേയൊക്കെ വർക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ അതൊന്ന് വിപുലീകരിച്ച് ഒരു ബൊട്ടീക്കിലോട്ട് വരാം. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഒരു ബൊട്ടീക്ക് ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ
ടൗണിലോട്ടൊന്നും പോയില്ല, ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഒരു ചെറിയ ബൊട്ടീക്കിലോട്ടൊക്കെ അന്നേരം ആയി, ഒരു ബൊട്ടീക്ക് സെറ്റപ്പൊക്കെ തുടങ്ങി. അന്നേരത്തിനാണ് കോവിഡ് വരുന്നു. ബൊട്ടീക്ക് അത് അവിടെ അങ്ങോട്ട് നിന്ന് പോവാണ്. ഈ ബൊട്ടീക്കിനുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് കയ്യിലുള്ള പൈസയാണോ? ഹസ്ബൻഡാണ് തരുന്നത്. നമ്മുടെ സ്വർണ്ണവും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. കോവിഡ് വന്നത് പൂട്ടിപ്പോയി. പൂട്ടിന്ന് പറയാൻ പറ്റില്ല, അവിടെ ഉണ്ട്, ഷോപ്പ് അവിടെയാണ്, പക്ഷെ അടച്ചിട്ടേക്കുവാണല്ലോ മൊത്തത്തിൽ. ഒരു വർഷത്തോളം നമുക്ക് അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം ആ സമയത്ത് ദേവി എന്താണ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ കോവിഡ് ആയിട്ടില്ല, ഞാൻ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഡെലിവറി കഴിഞ്ഞ് അപ്പോൾ അത്രയും നാൾ എൻഗേജ്ഡ് ആയ ഞാൻ ഡെലിവറി ടൈമിൽ ജോലി ഇല്ലാതിരുന്നു. അത് കഴിഞ്ഞ് കുട്ടിക്ക് ഒരു വയസ്സ് ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞ് ഞാൻ കാസർഗോഡേക്ക് പോയി, ഹസ്ബൻഡിനെ അടുത്ത് ജോയിൻ ചെയ്തു. എന്നിട്ട് അവിടെ ചെന്ന് ഒരു വർഷത്തോളം ജോലിയൊന്നും ഇല്ലാതിരുന്ന, ആകെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും കാര്യങ്ങളും, അങ്ങനെ ഒരു ഡിപ്രഷൻ അടിച്ചിരുന്നു. ഇനി ഒരു ജോലി കൂടെ ചെയ്യണം, എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നി. വീണ്ടും പഴയ കമ്പനിയിൽ തന്നെ റീഅപ്ലൈ ചെയ്ത് അവരെന്നെ ഒരു സ്കെയിൽ ഡൗൺ ചെയ്തിട്ടാണ് എടുത്തത്. കാരണം ഞാൻ എൻ്റെ ഒരു ട്രെയിനി ആയിരുന്നു, അത് കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് ഒരു ഡീഗ്രേഡ് ചെയ്തൊരു സ്കെയിൽ താഴെയാണ് ഞാൻ കയറിയത്. ബട്ട് സ്റ്റിൽ ഞാൻ നമുക്ക് വർക്ക് ചെയ്ത് ശരിയാക്കാം എന്നുള്ള രീതിയിൽ തിരിച്ച് ഞാൻ വീണ്ടും കാസർഗോഡ് നിന്ന് കുഞ്ഞിനെ ആയിട്ട്, ഒരു വയസ്സായിട്ടുള്ള എൻ്റെ കുഞ്ഞിനെ, അവനെയും കൊണ്ട് ഞാൻ കാസർഗോഡ് ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്തു. അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ അമ്മ സപ്പോർട്ട് ചെയ്യാൻ വന്നു, കാരണം ഞാൻ ജോലിക്ക് പോകുമ്പോൾ കുട്ടിയെ നോക്കണമല്ലോ. അപ്പോൾ അമ്മ സപ്പോർട്ട് ചെയ്ത് അമ്മയും വന്നു എൻ്റെ കൂടെ ട്രിവാൻഡ്രത്തേക്ക്. ആ സമയത്ത് എന്തെങ്കിലും പാരലായിട്ടൊക്കെ ചെയ്യണം എന്നുള്ള ചിന്തകളുണ്ടായിരുന്നു? ഒരുപാടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പഠിക്കുമ്പം ഞങ്ങൾ രണ്ടുപേരും റാങ്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ നമ്മളൊക്കെ വലുത് എന്തൊക്കെയോ ആകും എന്നുള്ള പ്രതീക്ഷ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ട്. അപ്പം അവർ നോക്കുമ്പോൾ ഞാനൊരു ജോലി കമ്പനി കയറി റിസൈൻ ചെയ്തു, സാധാരണ എല്ലാവരെ പോലെയും കുട്ടിയായി, പിന്നെ ഒന്ന് റീഅപ്ലൈ ചെയ്ത് നോക്കി, ഒരു സ്കെയിൽ താഴെ പോയി, അങ്ങനെ വലിയ ഒരു സാധാരണ ജോലിക്കാരി എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയി കാണിക്കണം എന്നുള്ളൊരു വാശി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് പല കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ റീസെല്ലിങ് ഞാൻ ജസ്റ്റ് കുറച്ച് കോൺടാക്റ്റ് ഒക്കെ വെച്ചിട്ട് റീസെല്ലിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. എന്താണ് ഈ റീസെല്ലിംഗ്? റീസെല്ലിംഗ് പറഞ്ഞാൽ നമ്മളിപ്പം മാനുഫാക്ചേഴ്സിന് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന് ഡയറക്റ്റായിട്ട് കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ ചെറിയൊരു ഗ്രൂപ്പിൽ അത് നമ്മളങ്ങ് റീറ്റെയിൽ ചെയ്യുകയാണ്. അതെ, വാട്സാപ്പ് ഗ്രൂപ്പ്, ഞങ്ങൾ വാട്സാപ്പ് വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ അന്നൊരു ചെറിയ മാർജിൻ, ഈവൻ ഒരു റീസെൽ ചെയ്ത ഐറ്റം റിട്ടേൺ വന്നു കഴിഞ്ഞാൽ തീരാനുള്ള മാർജിനേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രിവാൻഡ്രത്താണ്. ആ ടൈമിലാണ് കോവിഡ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കോവിഡ് ആവുന്നത്. കോവിഡ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റക്കായി. കാരണം എൻ്റെ അമ്മ അതുവരെ സപ്പോർട്ടായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബട്ട് അമ്മയ്ക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകണം, അവിടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അമ്മ തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് വേറെ ചോയ്സ് ഒന്നും ഇല്ല, ഹസ്ബൻഡ് ബാങ്കിലാണ്, അപ്പോൾ എന്താണെങ്കിലും പുള്ളിക്ക് പോകണം, വർക്ക് ചെയ്യണം. കോവിഡ് ടൈമിൽ ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പം എല്ലാം ഒരു സ്റ്റോപ്പായ സമയത്ത് ഞാൻ വീണ്ടും ട്രാപ്ഡായി. പക്ഷെ എന്നാലും വെറുതെ ഇരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ആ ടൈമിൽ ഞാനൊരു ഇൻ്റർനാഷണൽ ഓർഗാനിക് കോസ്മെറ്റിക് കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിക്ക് എനിക്ക് മനസ്സിലായി ഇതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം പഠിക്കാൻ എന്നല്ലാതെ നമുക്കൊരു സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ റീസെല്ലിങ് തന്നെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതേ സമയത്ത് തന്നെ ഇൻഫോ പാർക്കിൽ ഒരു ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ ഹെലന ഒരു ബൊട്ടീക്ക് തുടങ്ങി, പക്ഷെ അത് അത്ര ശരിയായില്ല, കാരണം പാൻഡമിക് വന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും ഓർഡേഴ്സ് ഒക്കെ വന്നോ? പിന്നെ എന്താ ചെയ്തത്? പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് PPE കിറ്റിൻ്റെ ചെറിയ ഓർഡേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ ബൾക്കായിട്ട് വരുന്നത് അടുത്തുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിച്ച് നമ്മൾ കൊടുക്കുന്നു. അതും 1-2 രൂപയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ PPE കിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആശമയുണ്ട് എല്ലാത്തിനുമായിട്ട് ഇതായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ ഒരു ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ വരികയാണ്, ഒരു കുർത്തീസിൻ്റെ ഒരു ബൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നൊരു എൻക്വയറി വരികയാണ്. കുർത്തീസാണ്. എത്ര പീസാണ്? ഒരു 300 പീസ് ഉണ്ട്. അപ്പം എന്നോട് ചോദിച്ചു ചെയ്യുന്നുണ്ടോ. അന്നേരം നമുക്ക് ഒരു ബൊട്ടീക്കിൻ്റെ ഒരു റൂം റെൻറ്റ് പോലും നമുക്ക് അടയ്ക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഒരു 2500 നമുക്കതിന് വേണം. അപ്പം അതെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഓർഡർ എടുക്കുകയാണ്. കുർത്തി ആ ഓർഡർ എടുത്ത് നമ്മൾ അത് വർക്ക് ചെയ്യാണ്. ഒരു 2 മാസം അതിനായിട്ട് നല്ല രീതിയിൽ മെനക്കെട്ട് പലയിടത്തായിട്ട് കൊണ്ട് കൊടുത്ത് ചേച്ചിമാരെ കൊണ്ട് ചെയ്യിച്ച് എടുക്കുകയാണ്. പക്ഷേ ആ ഓർഡർ റിജക്റ്റായി. അപ്പോൾ നമുക്കത് ബൈബാക്ക് ചെയ്യേണ്ടി വന്നു. അവരുടെ എക്സ്പെക്ടേഷൻ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഇരുന്ന് ചെയ്യിക്കുന്ന പോലെ അല്ലല്ലോ, പലയിടത്ത് കൊണ്ടുപോയി കൊടുത്ത് ചെയ്യിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ വന്നു. അവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റ് നല്ലതായിരിക്കാം, പക്ഷെ അവരുടെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കൊരു വലിയ ബേർഡനായിട്ട് വന്നു. ഹ്യൂജ് സ്റ്റോക്കും ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൈസ ഉണ്ടായിട്ടല്ല, ഒരു ഞുള്ളിപ്പറക്കി എടുത്ത എമൗണ്ട് ആണ്. അപ്പോൾ അത് നമുക്ക് ഹോൾസെയിൽ റേറ്റിനേക്കാളും കൂടിയ റേറ്റിലാണ് നമുക്കത് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഹോൾസെയിൽ കൊടുത്താൽ പോലും നമുക്കത് പ്രോഫിറ്റബിൾ ആവില്ല.
അന്നേരം എടത്തിയുടെ എടത്തി റീസെല്ലിംഗ് ആരാണ് എടത്തി? ഇത് എൻ്റെ എടത്തിയാണ്. ഓക്കെ, അങ്ങനെയാണ് വിളിക്കുന്നത്. ആ എടത്തിന്ന് വിളിക്കുന്നത്. അപ്പം ഹസ്ബൻഡിന് എടത്തിയുടെ ഹസ്ബൻഡ് ഏട്ടനാണ്. അപ്പം എൻ്റെ എടത്തിയാണ്. അപ്പം ഞങ്ങൾ നേരത്തെ തൊട്ട് എടത്തി തന്നെയാണ്. അപ്പം എടത്തിയുടെ റീസെല്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഗ്രൂപ്പിലൊക്കെ കാണാറുണ്ട്. അപ്പം ഞാൻ എടത്തിനെ വിളിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഹ്യൂജ് ബേർഡനായിട്ട് ഇരിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ എടത്തിയെടുത്ത് ചോദിക്കുകയാണ്. അപ്പോ ഏട്ടത്തി ദേവിയോട് ചോദിക്കട്ടെ, നമ്മളെന്നും വിൽക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്, അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി ആണോ? അതെ, അതൊരു ഓപ്പർച്യൂണിറ്റി. എന്തായിരുന്നു ചെയ്തപ്പോ? ഞാൻ ആ ഇമേജസ് നോക്കിയപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ അവളോട് സംസാരിച്ചു. അപ്പോൾ ഓക്കെയാണ്, എനിക്ക് അവളെ വിശ്വാസമായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറ്റാത്ത സാധനം എൻ്റെ തലയിൽ വെച്ച് തരില്ലെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അത് ഓക്കെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ റീസെല്ലിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കസ്റ്റമർ ബേസ് ഉണ്ട്, വളരെ കുറച്ച്. അവർ വഴി സെല്ല് ചെയ്തു. അപ്പം എനിക്ക് ആ 300 പീസസും എനിക്ക് സെല്ല് ചെയ്യാൻ പറ്റി. അതെ, അത് ഞങ്ങൾ റീസെല്ല് ചെയ്തത്. അപ്പോൾ അവൾക്ക് അവളുടെ പ്രോഫിറ്റും എല്ലാം കിട്ടുകയും ചെയ്തു. കൂട്ടത്തിൽ എനിക്ക് അതിൻ്റെ ഒരു പെർസെൻറ്റേജും കിട്ടി. അപ്പോൾ എനിക്കൊരു വരുമാനമായി, അവൾക്കും ഒരു സപ്പോർട്ടായി. അത് അപ്പം അങ്ങനെ ആയിരുന്നു ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു അത്. അതെ. അപ്പോൾ അവിടെ നിന്ന് ഒരു സ്പാർക്ക് ഉണ്ടാവണ്ടേ? അവിടുന്ന് സ്പാർക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് സ്പാർക്ക് ഉണ്ടായത്. അത് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഒരു സാധാരണ കോൺവെർസേഷൻ ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇപ്പോൾ 2 ആൾക്കും കുട്ടികളുണ്ട്, 2 പേര് ഫീഡിങ് ആണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഹെലനടുത്ത് പറയുകയാണ്, നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരു ബൾക്കി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടാലും നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ ഹെലനോട് പറഞ്ഞു, ഞാൻ ആ സമയത്ത് ഓൺലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇടയ്ക്ക് മീറ്റിംഗ്സ് ഒക്കെ വരും. പ്രസൻറ്റബിൾ ആകാവുന്ന, വീട്ടിലിടാൻ പറ്റുന്ന, കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് കോട്ടൺ ഡ്രസ്സുകൾ, ഫീഡിങ് പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സ് എനിക്ക് ചെയ്തു തരാൻ പറ്റുമോ? അതെ. അപ്പോൾ എന്നാൽ ഒരു നൈറ്റി അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല, കാരണം നമ്മൾ ഇട്ട് കണ്ടിരിക്കുന്ന നമ്മുടെ അമ്മമാരാണ്. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് വരാനായിട്ട് എനിക്ക് എന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവളോട് റിക്വസ്റ്റ് ചെയ്തു, അവളോട് പറഞ്ഞു. അവളപ്പോൾ ആശമയെടുത്ത് പറഞ്ഞ് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് എനിക്കൊരു ഡിസൈൻ അയച്ചു തന്നു. അപ്പോൾ ഞാൻ എലനിലോട്ട് വരണം. ആ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ ഗുരു എന്ന് പറയുന്ന ആശമയാണല്ലോ. ഓർഡർ നല്ല ഏടത്തിക്കൊരു ഡ്രസ്സ് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ ഒരു നന്നായിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കണം. നമുക്ക് പൊട്ടിക്കാണ്, ഒരു മാനിക്യൂനൊക്കെ ഉണ്ട്, അതിലിട്ട് ഇടത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫീഡിങ് ഒക്കെ ഉണ്ട്, കൺസീൽഡ് സിബാണ്. അപ്പോൾ നീറ്റായിട്ടൊരു സാധനം നമ്മൾ ആദ്യമായിട്ട് ഡിസൈൻ പിക്ചറൊക്കെ നമ്മുടെ സ്റ്റാച്യൂലൊക്കെ ഇട്ടിട്ട് ഒന്ന് അയച്ചു കൊടുത്തു. അതാണ് കിട്ടിയത്. അതെ, അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. കാരണം അവൾ എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവൾ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ എൻ്റെ ഒരു സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടു. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കാണാൻ റീസെല്ലിംഗ് ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റസ് അവർ കണ്ടു, അവർ എൻക്വയറി ചെയ്തു, ഇത് ഞങ്ങൾക്ക് വേണം. അപ്പം എനിക്കൊരു സെയിൽസ് മൈൻഡ് ഉള്ളത് കൊണ്ട് ഞാൻ അത് എനിക്കായിട്ട് ചെയ്തതിന് ചുമ്മാ ഇട്ടാന്ന് ഞാൻ പറഞ്ഞു, അയ്യോ അത് ഇട്ടപ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോയി, സിംഗിൾ പീസസ് എനിക്ക് വേണ്ടി മാത്രം ചെയ്തതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? അതെനിക്കൊരു സ്പാർക്കായിരുന്നു. ആ സ്പാർക്ക് ഞാൻ അവളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പം നമ്മൾ കുറച്ച് ഒരുമിച്ച് മെറ്റീരിയൽ എടുത്ത് ചെയ്യുകയാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ പീസ് എടുക്കുന്നു, ഫോട്ടോ എടുത്തു ഇടുന്നു, എടുത്തിയത് സെയിലാക്കുന്നു. അന്നേരം എല്ലാം നമ്മൾ നമ്മുടെ വീട് തന്നെയാണ്. ഞാൻ ആശമ വരച്ച് തരുന്നു, കട്ട് ചെയ്യുന്നു, അയക്കുന്നു. അന്നേരം കൊറോണയുടെ പീക്ക് ടൈമിലാണ് ഈ സംഭവമൊക്കെ വരുന്നത്. അന്നേരം നമുക്ക് അയക്കാനായിട്ട് പോസ്റ്റ് ഓഫീസ് വർക്കിംഗ് ആണ്, പക്ഷേ ഈ ആമസോൺ ഡെലിവറി ഒന്നുമില്ല. അപ്പം കൊറിയർ ബാഗ് പോലും നമുക്കില്ല. അന്നേരം PPE കിറ്റിൻ്റെ വേസ്റ്റൊക്കെ വെച്ച് ഞങ്ങൾ കൊറിയർ ബാഗൊക്കെ ഉണ്ടാക്കി അയക്കുകയാണ്. എന്നാൽ അത്യാവശ്യം പോകുന്നുണ്ട്. അപ്പോൾ അതായത് ഈ ഓർഡർ വന്നു തുടങ്ങിയ ശേഷം ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദേവി ഇദ്ദേഹത്തിന് ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാട്സാപ്പിൽ എത്ര ഒരു ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബേസിൽ എല്ലാവർക്കും ഇത് വേണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലായതിൻ്റെ റിക്വയർമെന്റ് ഉണ്ട്. കാരണം വലിയ വലിയ ബ്രാൻഡഡ് ആൾക്കാർ ഒരു മെറ്റേണിറ്റി വെയറിന് ചാർജ് ചെയ്യുന്നത് ഒരു 800-900 ആണ്, മെറ്റേണിറ്റി ഹോം വെയേഴ്സിന്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് വീട്ടിലിടാൻ ഒരു 900 റുപ്പീസ് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എക്കണോമിക്കലല്ല. അപ്പം നമുക്ക് മനസ്സിലായി ഇതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിൽ ബട്ട് അവരുടെ പ്രൈസിൻ്റെ പകുതി പ്രൈസ് വരുന്ന രീതിയിൽ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്ത വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് രണ്ടുപേരും കൂടി ചേർന്നായി. നേരത്തെ ബൈ ആൻഡ് സെൽ മാത്രമായിരുന്നു. അപ്പോൾ ഇത് ഒഫീഷ്യലാക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ. അപ്പോൾ എന്താ ചെയ്തത്? അപ്പോൾ കുറച്ച് പൈസ ഞങ്ങളുടെ പൈസ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൊത്തത്തിലുള്ള എല്ലാം കൂടെ നുള്ളി പെറുക്കിയിട്ട് ഞങ്ങൾ കുറച്ചൊരു ബൾക്ക് പർച്ചേസ് ചെയ്തു.
മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് ഈ ആദ്യത്തെ 100 ഓർഡേഴ്സ് വന്നപ്പോൾ തന്നെ നല്ലതായിട്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ ഫോമൊക്കെ അയച്ചു കൊടുത്ത് ഫീഡ്ബാക്ക് എടുത്ത് അവരുടെ എന്താണ് റിക്വയർമെൻറ്റ്, എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് അവരുടെ റിക്വയർമെൻറ്റ് നമ്മൾ മനസ്സിലാക്കി. ആ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി നമ്മുടെ കംപ്ലീറ്റ് പോർട്ട്ഫോളിയോ നമ്മൾ റിവാമ്പ് ചെയ്ത് നല്ല രീതിയിൽ സംഭവങ്ങൾ ചേഞ്ച് ചെയ്തു, ക്വാളിറ്റി കൊണ്ടുവരാൻ നോക്കി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് വിൽക്കുന്നത്? അതെ, ഇപ്പോഴും വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് നടക്കുന്നത്. പക്ഷേ ആ സമയത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് വിൽക്കുന്നത്? അതെ. ഓക്കെ. പക്ഷേ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ വിൽക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം അപ്പോഴേക്കും നമ്മളൊരു ബ്രാൻഡ് ആകുമ്പോഴത്തേക്കും നമുക്കതിൽ വേറെ കുറേ കോസ്റ്റുകൾ വരുന്നുണ്ട്. കാരണം വെറുതെ അടിച്ചു വെക്കുകയല്ല നമ്മൾ. ബ്രാൻഡ് എന്ത് ബ്രാൻഡാണ്? പരൈസോ കംഫർട്ട് വെയർസ് എന്നാണ് ഞങ്ങൾ ബ്രാൻഡ്. പരൈസോ എന്താണ് അതിന്റെ അർത്ഥം? പരൈസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പാനിഷ് ടേം ആണ്. പാരഡൈസ്. ഇപ്പം നമ്മൾ കംഫർട്ട് വെയർ സെഗ്മെന്റ് ആയതുകൊണ്ട് കംഫർട്ടിന്റെ അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിലാണ് പരൈസോ കംഫർട്ട് വെയർസ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാരൈസോന്ന് നമ്മൾ ഇടാനുള്ള കാരണം നമ്മളുടെ ഒരു വിഷൻ ഗ്ലോബൽ ബ്രാൻഡ് ആകണം. അപ്പം നമുക്കൊരു സാധാരണ ഒരു ചെറിയ പേരൊന്നും പറ്റില്ല, നല്ലൊരു പേര് വേണം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഗ്ലോബൽ പേര് സ്റ്റൈലിഷ് പേരാണ്. വലിയ ഗ്ലോബൽ സ്വപ്നങ്ങളാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? കാരണം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി വിൽക്കാൻ പറ്റില്ല, പിന്നെ എന്താ മാർഗം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വാട്സാപ്പിൽ നന്നായിട്ട് എൻക്വയറിയും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ ദിവസം 2 മണിക്കൂർ ഉറങ്ങിയാൽ ഉറങ്ങി എന്നുള്ള രീതിയിൽ. കാരണം ഇങ്ങനെ എൻക്വയറീസ് വന്നുകൊണ്ടേ ഇരിക്കും. നമ്മുടെ വിരലൊക്കെ ഒടിഞ്ഞു പോകുമായിരുന്നു, അതുപോലെ ടൈപ്പ് ചെയ്യണമായിരുന്നു. കാരണം അങ്ങനെ ഫോർവേഡ് ചെയ്യുക, തിരിച്ചു വരിക, അങ്ങനെയൊക്കെയാണ്. ഒരു പേപ്പറിലായിരുന്നു എൻ്റെ ഇൻവെന്ററി. ആൾക്കാർ പറയും, അത് വെട്ടും തിരുത്തും, അങ്ങനെയൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ. അതിന് മാത്രം ഓർഡേഴ്സ് വാട്സാപ്പിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ആശമേനെ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രൊഡക്ഷനൊക്കെ എങ്ങനെയാണ് ചെയ്തു? പ്രൊഡക്ഷൻ അത് ഭയങ്കര കോമഡി ആയിരുന്നു. അതായത് ടെറസിൽ തന്നെയാണ്, അമ്മ വരച്ചു തരും, ഞാൻ വെട്ടും. പഠിച്ചിട്ടുണ്ടോ? ഒന്നും പഠിച്ചിട്ടില്ല, വെട്ടിപ്പോയതാണ്. എമർജൻസിയിൽ ചെയ്തു. നിവൃത്തിയോടുകൊണ്ട് നമ്മൾ എല്ലാം ചെയ്യാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ 1 മാൻ ആർമിയാണ് അവിടെ. വെട്ടുന്നത്, തയ്ക്കാൻ കൊണ്ട് കൊടുക്കുന്നത്. അന്നേരം നമ്മൾ ഹയർ ചെയ്തിട്ടില്ല. നമ്മൾ പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്ത പിന്നെയാണ് നമ്മൾ ആൾക്കാരെ ഹയർ ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പ്. അതുവരെ നമ്മൾ തന്നെ പലയിടത്തും കൊണ്ടേ കൊടുക്കും, അവർ തയ്ച്ചു തരും. അന്നേരം ഫുള്ള് റീവർക്ക് വരും, ശരിയാവണില്ല, റീവർക്ക് വരും. അതെല്ലാം അയച്ചു കൊടുക്കും, ആശമ അത് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അപ്പം അത് കഴിഞ്ഞൊരു കട്ടിങ് മെഷീൻ മേടിച്ചു. കൈയൊക്കെ ഒരു പരുവായി കഴിഞ്ഞൊരു കട്ടിങ് മെഷീൻ മേടിച്ചു. അതാണ് നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഒരു കട്ടിങ് മെഷീനാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ടേബിൾ ടോപ്പ് മെഷീൻ മേടിച്ചു. എനിക്ക് അതേ പറ്റുള്ളൂ, തയ്യൽ അറിയില്ലാത്തതുകൊണ്ട് ടേബിൾ ടോപ്പ് മെഷീൻ മേടിച്ചു. അന്നേരമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൺസീൽഡ് സിബ്, അതായത് മെറ്റേണിറ്റി വിയർ ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ കൺസീൽഡ് സിബ് ആർക്കും അവിടെ ഞങ്ങളുടെ ചേച്ചിമാർക്കൊന്നും അറിയില്ല. അപ്പം അതൊക്കെ രാത്രി ഇരുന്ന് ഞാൻ അടിക്കുകയാണ്. രാത്രിയിൽ മൊത്തം ഇരുന്ന് അടിച്ച് അത് കൊണ്ടേ കൊടുത്ത് പിന്നെ തയ്ച്ചത് മേടിച്ചുകൊണ്ട് വന്ന് എഴുതി, അഡ്രസ്സ് എഴുതി പാക്ക് ചെയ്ത് എല്ലാം വാട്സപ്പിൽ കൂടെയാണ്. അതൊക്കെ ഓരോന്നും വിട്ടുപോകാതെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ഒരു 5-6 മാസം നമ്മൾ ആ രീതിയിൽ തന്നെ പോയി. അത് കഷ്ടപ്പാടാണത്. അപ്പോൾ ഈ അയക്കി കൊണ്ടുപോയിട്ട് ഇതൊക്കെ എങ്ങനെ ഡിസ്പാച്ച് ഒക്കെ ചെയ്യുന്നത്? ഡിസ്പാച്ച് പോസ്റ്റൽ വഴിയാണ്. ആരെ കൊണ്ടുപോകുന്നത്? അതൊക്കെ ഞാൻ തന്നെയാണ്. ഈ പ്ലാസ്റ്റിക് കവറിൽ തൂക്കി പോവുകയാണ്. തയ്ക്കാൻ കൊണ്ടുപോയി കൊടുക്കുന്നതും മേടിച്ചുകൊണ്ട് വരുന്നതും. അതായത് ആ സിറ്റി കൂടെ ഒരു 5-6 പ്രാവശ്യം ഞാൻ ആ കവർ നോക്കി നടക്കാറുണ്ട്. റാങ്ക് ഹോൾഡർ ആണ്. നാട്ടുകാർ ഇതൊക്കെ കാണുമ്പോൾ ആക്രിന്നായിരുന്നു പറഞ്ഞിട്ടിരുന്നത്. ഈ ആക്രി സാധനമായിട്ട് പോകുന്നുണ്ട്. എന്താ പരിപാടി അറിയില്ല. അത് ഇപ്പോഴും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളൊരു ഒരു ഗ്രാമപ്രദേശമാണ്. അവർക്ക് അറിയില്ലോ ഈ ഗ്രാമപ്രദേശത്ത് ഷോപ്പിംഗ് അതൊക്കെ അവർക്ക് ഇങ്ങനെ മനസ്സിലാവുന്നതല്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ദേവി, നിങ്ങൾ ഇതൊക്കെ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ മെസ്സേജ് അയക്കുന്നു, ഒരാൾ സെയിൽ ചെയ്യാൻ കഷ്ടപ്പെടുന്നു, ഒരാൾ പ്രൊഡക്ഷൻ ചെയ്യാൻ, ഇന്ന് വല്ലതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നോ? ഒന്നുമില്ല. അതാണ് ഏറ്റവും രസം. പൈസ വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഹയർ ചെയ്തു ആൾക്കാരെ. ഞങ്ങൾ രണ്ടുപേരും ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ആൾക്കാരല്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, വരുന്ന എമൗണ്ട് അങ്ങനെ എടുത്ത് തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ 1.5 കൊല്ലം ഞങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് 2,500 രൂപ വീതിച്ചെടുത്താൽ ചെയ്തോട്ടെ. 24 മണിക്കൂറും പണി,
2000 രൂപ. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങളെ നിലനിർത്തിയത് കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് തരും. അത് നല്ല ഫീഡ്ബാക്കാണ്. നല്ല ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പേഴ്സണലി ആയിരുന്നു. നമ്മൾ വാട്സാപ്പ് ചാറ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ചേച്ചി ഞാൻ ഈ ഡ്രസ്സും ഭയങ്കര സുഖം ഉണ്ടായിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഇത്ര എക്കണോമിക്കലിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഹോം വെയേഴ്സ് ഇട്ടിട്ട് അവർ മോളിലൊക്കെ പോയി ഫോട്ടോ എടുത്ത് അയക്കും. ഞങ്ങൾ അതിശയാണ്, നമുക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടോ, ഈ സംഭവം ഓക്കെ ആണോ, അങ്ങനെ പല ആശയക്കുഴപ്പത്തിലാണ് ഇവരതിട്ട്. അതുപോലെ തന്നെ എബ്രോഡ് എന്നുള്ള ഇവിടെ വരുന്ന കസ്റ്റമർ അത് മേടിച്ച് സിംഗപ്പൂരൊക്കെ പോയിട്ട് സിംഗപ്പൂരിലെ ലയൻ്റെ ഒക്കെ അവിടെ വെച്ചിട്ട് ഫോട്ടോ അയച്ച് നമുക്ക് തരും. ഭയങ്കര സന്തോഷമാണ്. അതായിരുന്നു ഞങ്ങളെ മുന്നോട്ട് നടത്തുന്നത്. നമ്മുടെ സെയിൽസിൽ എവിടെ ഒരു സ്റ്റാഗ്നന്റ് പോയിന്റ് വരും. പിന്നെ വാട്സാപ്പിൽ നമ്മളിങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോൾ വാട്സാപ്പ് കസ്റ്റമേഴ്സ് തീരും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെ ആയ പറ്റില്ല, നമുക്കൊരു വിസിബിലിറ്റി കൂട്ടണം. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഫോക്കസ് ഗ്രൂപ്പ് ഒരു 20 to 40 ആണ്. അപ്പോൾ അത്രയും ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അങ്ങനെ ഇൻസ്റ്റാഗ്രാം തുടങ്ങി ഏകദേശം 3 മാസത്തോളം ഞങ്ങൾ ചുമ്മാ ഇരുന്നു. ഒന്നും ആരും ഓർഡർ വരുന്നില്ല. ഓർഡറിൽ നമുക്ക് റീച്ച് കിട്ടുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ, ഫോളോ ചെയ്യണമല്ലോ. അതെ, ഫോളോ ചെയ്യണം. ഞങ്ങൾ ഫോളോ ചെയ്തിട്ടിരുന്ന ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഭർത്താക്കൻ വരും, പിന്നെ ഫാമിലീസ് മാത്രം. അങ്ങനെ ആകെ മൊത്തം ഒരു 15 ഫോളോവേഴ്സ്. അതായിരുന്നു ഞങ്ങൾ ആദ്യത്തെ. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ. അപ്പം സർവൈവലിന് ആ സമയത്ത് ഞങ്ങൾ ഈ ബ്രൈഡ്സിൻ്റെ ഡ്രസ്സ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഒന്ന് സർവൈവ് ചെയ്യുക. കാരണം ഈ ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ട്, അവർക്ക് പൈസ കൊടുക്കണം, അവർക്ക് എല്ലാ ദിവസവും വെട്ടാനുള്ള തുണി വേണം, തയ്ക്കാനുള്ള തുണി വേണം. അപ്പോൾ ആ ടൈമിലാണ് ഞങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് അറിയുന്നത്. ഞങ്ങൾക്ക് 2 പേർക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് അറിഞ്ഞ് ഞങ്ങൾ ഓക്കെ നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് കുറേ 10-30 ഇൻഫ്ലുവൻസേഴ്സ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. എന്താ പറയുക, പുച്ഛവും പരിഹാസവുമായിരുന്നു അങ്ങനെ. പക്ഷേ ചിലവർ സപ്പോർട്ട് ചെയ്തു കേട്ടോ, സ്റ്റോറി ആയിട്ടൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്തു. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല. ചില ആൾക്കാർക്ക് അത് ചെയ്യാനും താല്പര്യം ഉണ്ടായില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞങ്ങൾ അത്രേ ഉള്ളൂ ഫോളോവേഴ്സ്. അവരെ ഡീഗ്രേഡ് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു യെസ് വരുന്നത്. ആ യെസ് ആയിരുന്നു ഞങ്ങളുടെ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയുന്നത്. അത് സൗഭാഗ്യ വെങ്കടേഷ് ആയിരുന്നു. അപ്പം ആ സമയത്ത് മാഡം ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, മകൾ. അപ്പം മാഡത്തിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ ചോദിച്ചു, മാഡം ഞങ്ങൾക്ക് ഒന്ന് ചെയ്തു തരാമോ? മാഡത്തിന് ഞങ്ങളെ സപ്പോർട്ടിൻ്റെ യാതൊരു കാര്യവുമില്ല. പക്ഷെ മാഡം ഒരു യെസ് പറഞ്ഞു. മാഡം യെസ് പറഞ്ഞതും ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു ലൈറ്റായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളെല്ലാം നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ചിരിക്കുക. കാരണം ഞങ്ങൾക്ക് ഫുള്ള് പണിയും ആകെ 2000 രൂപ കിട്ടും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ അത്യാവശ്യം സ്റ്റോക്കുമായി. ഞങ്ങൾ പറയും നമുക്ക് ജീവിതകാലം മൊത്തം ഇടാനുള്ള ഡ്രസ്സ് നമ്മൾ തയ്ച്ചു വെച്ചിട്ടുണ്ട്, കാരണം വാട്സാപ്പിൽ തീർന്നു കസ്റ്റമേഴ്സ്. നമ്മൾ ഉണ്ണുന്ന പോലെ എപ്പോഴും മേടിക്കില്ലല്ലോ ഈ സാധനം. അപ്പൊ അങ്ങനെ തീർന്നു ഈ സാധനം. ഇതിന്റെ ഒരു മാഡം ഒരു കൊളാബ് ചെയ്തു തന്നു. മാഡം ഒരു കൊളാബ് ചെയ്തു. അത്രയും തന്നെ ആ ഒരു പീരീഡിൽ തന്നെ പാർവതി മാഡം ഉണ്ട്, പാർവതി കൃഷ്ണ. മാഡവും ആക്ട്രസ് ആണ്. മാഡത്തിന് എസ് പറയാൻ തോന്നി. ഇവർ 2 പേരും കൊളാബ് ചെയ്തപ്പോൾ ഒരു ഹ്യൂജ് റീച്ച് വന്നു. അതായത് 15-16 ഫോളോവേഴ്സുള്ള ഞങ്ങൾ 2500-3500 റേഞ്ചിലേക്ക് എത്തി. അപ്പം നമ്മുടെ വിസിബിലിറ്റി കൂടി, നല്ല സെയിൽസ് വരാൻ തുടങ്ങി വാട്സാപ്പിൽ കൂടെ. പണ്ട് എൻക്വയറി ആയിരുന്നു കൂടുതൽ, ഇപ്പം അതൊക്കെ സെയിലായിട്ട് കൺവേർഷൻ വന്നു. അപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് ഇതുകൊണ്ട് ജീവിക്കാം, അങ്ങനെ കോൺഫിഡൻസ് വന്നു. പക്ഷെ ഞങ്ങൾ വീണ്ടും കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഡക്റ്റ് റിവാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. റിവാമ്പ് ചെയ്ത് മാക്സിമം ഏതൊക്കെ മെറ്റീരിയൽ കളക്ട് ചെയ്യണം. അപ്പം ഞങ്ങൾ പഠിച്ചു എങ്ങനെയാണ്, എവിടെ നിന്ന് മേടിക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ പഠിച്ചു. ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു, മെറ്റേണിറ്റിയിൽ സിബ് ഇങ്ങനെ കുത്തിക്കൊള്ളുന്നു എന്നുള്ളത്. ഒരാളെ അത് പറഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങൾ ആ ഫീഡ്ബാക്ക് എടുത്തിട്ട് ഞങ്ങൾ ലൈനിങ് വെച്ച് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് പിന്നെ നെക്സ്റ്റ് പ്രൊഡക്ഷൻ തൊട്ട് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. സ്കെയിലപ്പ് ചെയ്യേണ്ടി വന്നു. സ്ഥലം മാറ്റണ്ടേ വീട്ടിലൊന്നും? വീട്ടിൽ നിന്ന് ഞങ്ങൾ അമ്മയുടെ കടയാണ് വീണ്ടും ഞങ്ങൾ അക്വയർ ചെയ്യുന്നത്. ഒരു 150 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ചെറിയ എന്നിട്ട് ആ റൂമിലാണ് ഞങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ്. എന്നിട്ട് ഞങ്ങൾ അന്ന് പറയായിരുന്നു, അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇട്ടിട്ട്, ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ്, നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അല്ല എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ ഭയങ്കര പ്രതീക്ഷകളാണ്. അത് കഴിഞ്ഞിട്ട് 2 പേരെ ഹയർ ചെയ്തു. പോകുന്നുണ്ട്, ഓടുന്നുണ്ട്. പിന്നെ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, സെയിൽ തിരിച്ചെടുക്കുന്നില്ല, ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2-4 എത്ര പേരായി? ഞങ്ങൾ ടോട്ടൽ ഇപ്പോൾ ഒരു 18 സ്റ്റാഫ് ഉണ്ട്. വെരി ഗുഡ്. നിങ്ങൾ 2 പേര് ചേർന്ന് 18 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ആയത്? ഒരു 3500, അതായത് 3 വീടായിട്ട് അത്രയും എത്തി നിങ്ങൾ?
തെറ്റി. അത് ശരി. അപ്പൊ വളർച്ചയിൽ 3500 സ്ക്വയർ ഫീറ്റുമായി 18 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലായി. നമ്മുടെ പാവം ആശമ്മ അവിടെ ഉണ്ടോ? ആശുമയാണ് ഞങ്ങളുടെ ഹെഡ്. ഓൾ ഇൻ ഓൾ ഓൾ ഇൻ ഓൾ. അദ്ദേഹം എല്ലാ ദിവസവും വന്ന് സൂപ്പർവിഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അമ്മ വന്നില്ലെങ്കിൽ യൂണിറ്റ് ശരിയാവില്ല. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, സെയിൽ ഇപ്പം നന്നായി വരുന്നുണ്ട്, നമുക്ക് എത്ര കസ്റ്റമേഴ്സ് ആയിട്ടുണ്ടാവും? 20,000+ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. ആദ്യം നമ്മൾ ജസ്റ്റ് കേരളത്തിൽ മാത്രമായിരുന്നു, പക്ഷേ അതിന് അവിടുന്ന് മുകളിലായി നോർത്ത് ഈസ്റ്റ്, ഇപ്പം നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരെ നമുക്ക് ഓർഡർ വരുന്നുണ്ട്. എബ്രോഡ് എൻക്വയറീസ് നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം എബ്രോഡ് നമ്മൾ എക്സ്പോർട്ട് തുടങ്ങിയിട്ടില്ല, ഈ ഒരു ക്വാർട്ടറിൽ തന്നെ നമ്മൾ അതും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വലിയ രീതിയിലായി നിങ്ങളുടെ ചെറിയ സ്വപ്നം. അപ്പോൾ ഇത് കൺവേർട്ട് പാർട്ണർഷിപ്പ് തന്നെയാണോ ഇപ്പോൾ? ഇപ്പം ഞങ്ങൾ LLP ആണ്. LLP ആക്കി. ഓ വെരി ഗുഡ്. അപ്പോൾ ഇതിന് ഈ രണ്ടുപേരുടെ ഈ പാഷൻ്റെ പിന്നിൽ ഏത് പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ പിന്നിൽ ആരാന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞങ്ങളുടെ പിന്നിൽ ഒരുപാട് പേരുണ്ട്, പക്ഷെ സ്ട്രോങ് പില്ലർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കട്ടക്ക് നിൽക്കുന്നത് പാർട്ട്നേഴ്സാണ്, ഞങ്ങളുടെ ഭർത്താക്കന്മാരാണ്. രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നത്, സപ്പോർട്ടാണ്. രണ്ടുപേരും കൂടെ നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ താങ്കളുടെ ഹസ്ബൻഡ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഹസ്ബൻഡ് ഞങ്ങൾ ആക്ച്വലി കല്യാണമൊക്കെ കഴിയുമ്പോൾ പുള്ളി പ്ലേസ്ഡ് ആയി ഫെഡറൽ ബാങ്കിലായിരുന്നു. അപ്പോൾ ബാങ്കിൽ അത്യാവശ്യം ഓഫീസ് കേഡറായിരുന്നു. പ്രൊമോഷൻ ഡ്യൂ ആയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇല്ല നമുക്കിവിടെ സപ്പോർട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു മടിയും പറയാതെ അത് റിസൈൻ ചെയ്ത് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. എവിടെ? പരീസോയിൽ. പരേശോയില് താങ്കളുടെ ഭർത്താവ് റിസൈൻ ചെയ്ത് ഭർത്താവിന് പണി കൊടുത്തു. ഇവിടെ ഞങ്ങൾ കയറ്റി. ഇവിടെ കയറ്റിയിട്ടുണ്ട്. ഓക്കെ. സാലറി ഒക്കെ കൊടുത്തു തുടങ്ങി. അപ്പൊ അവിടെയോ? അവിടെ ഒരു MNC ബിസിനസ് മാനേജറാണ് ഇപ്പൊ ടാലിയിൽ. അവിടുന്ന് വലിക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്, നോക്കുന്നുണ്ട് ഞാൻ. അത് ശരി. അപ്പൊ അദ്ദേഹത്തെയും കയറ്റി. അപ്പൊ നിങ്ങൾ വളരെ അപൂർവമായിട്ടാണ് ഭാര്യമാര് രണ്ടുപേര് ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അവസാനം ഭർത്താക്കന്മാർക്ക് ജോലി കിട്ടുന്ന സിറ്റുവേഷൻ വരെ നിങ്ങൾ വളർത്തി കഴിഞ്ഞു അല്ലേ? ഭാവി സ്വപ്നം എന്താണ്? ഭാവിയിൽ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് നിൽക്കണം ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ, ഒരു ഗ്ലോബൽ ലെവലിൽ ഒരു കംഫർട്ട് വെയർ എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. ഓരോ ആൾക്കാർക്കും ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ ക്ലൈമറ്റിനും വ്യത്യാസമുണ്ട്. അപ്പം ഓൾ സീസൺ, ഒരു ഓൾ എന്താ പറയുക, ഒക്കേഷൻ, ഓൾ മൊമെൻറ്റ്, ഓൾ ടോപ്പോഗ്രഫി, ഓൾ ജിയോഗ്രഫി, അങ്ങനെ ഒരു ബ്രാൻഡായിട്ട് ഫോർ വിമൻ, അതിൽ വിത്ത് 60% എബോവ് വർക്ക് ഫോഴ്സ്, വുമൻ വർക്ക് ഫോഴ്സ് വേണം എന്നാണ് ഞങ്ങളുടെ ഒരു വിഷൻ. ഞങ്ങളുടെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ പുറകെയൊക്കെ നടന്നവരാണ്. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്? 200K ഫോളോവേഴ്സ് ഉണ്ട്. എക്സലന്റ്. അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ അവിടെ സ്ട്രോങ് ആണ്, സെയിൽസ് ഇവിടെ സ്ട്രോങ് ആണ്. നിങ്ങൾ തമ്മിൽ എത്ര മീറ്റിംഗ് എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള? താങ്കൾ ഇടുക്കിയിലുമാണ്, ഇദ്ദേഹം പാലക്കാടുമാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ എല്ലാ ദിവസവും കണ്ടുമുട്ടുമോ? ഞങ്ങൾ ഇത് ഉൾപ്പെടെ ഞങ്ങളുടെ 4ാമത്തെ, അതായത് ഞങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 3 കൊല്ലമായി, ഒഫീഷ്യലി അൺഒഫീഷ്യലി തുടങ്ങിയിട്ട്. ഇത് ഉൾപ്പെടെ ഞങ്ങളുടെ 4ാമത്തെ മീറ്റിംഗ് ആണ്. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ പോലും ഞെട്ടിപ്പോകും. നിങ്ങൾ തമ്മിൽ ആകെ ഇത് 4ാമത്തെ മീറ്റിംഗ് ആണ്. അതെ, ഇത് 4ാമത്തെ മീറ്റിംഗ് ആണ്. 3 തവണ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ അപ്പൊ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഞങ്ങൾ കംപ്ലീറ്റ് ടെക്നോളജിയാണ്. ഡെയിലി ഒരു 1 ഹവറിലും ഉണ്ട്, 1 അവർ മിനിമം. പിന്നെ ചാറ്റ്സും കാര്യങ്ങളും, എല്ലാ വീഡിയോ കോളും, അങ്ങനെയാണ് ഞങ്ങൾ. അപ്പോൾ ഒരാൾ സെയിൽസ് ഏറ്റെടുക്കുന്നു, ഒരാൾ പ്രൊഡക്ഷൻ നടത്തുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ കോമ്പിനേഷനാണ് നിങ്ങളുടെ സക്സസ്. ഞങ്ങളുടെ തമ്മിലുള്ള വിശ്വാസവും പിന്നെ ഞങ്ങളുടെ പാർട്ട്നേഴ്സ്, ഞങ്ങൾ 4 പേരാണ് ശരിക്കും ടീം. ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ബോണ്ടും പിന്നെ വിത്ത് ടെക്നോളജി, ട്രസ്റ്റ് ആൻഡ് ടെക്നോളജിയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളെ രണ്ടുപേരെ ഈ ഹോട്ട് സീറ്റിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആരോടാണ്? ഇപ്പം എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനാണെങ്കിൽ നന്ദി പറയാനായിട്ടുള്ളത്, താങ്ക്സ് പറയാനായിട്ടുള്ളത് നമ്മുടെ സപ്പോർട്ട് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സുമാണ്. പക്ഷേ നന്ദിനപ്പുറം വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെനിക്ക് പറയാനുള്ളത്, ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ നിന്ന് എന്നെ പിടിച്ച് കയറ്റിയത് എൻ്റെ അമ്മയാണ്. പിന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ പപ്പ. ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും എനിക്ക് എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിരുന്നു. എൻ്റെ കല്യാണമാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ സപ്പോർട്ടായിട്ട് എൻ്റെ പപ്പ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പാർട്ട്ണർ കട്ട സപ്പോർട്ടാണ്. എന്ത് പറഞ്ഞാലും നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ട്. എൻ്റെ മോന് 6 വയസ്സായിട്ടുള്ളൂ. അപ്പം എനിക്കിപ്പോൾ എപ്പോഴും വിഷമമാണ് അവന് ഞാൻ സമയം കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പം ഞാനിത് ഒരിക്കൽ അവനോട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, അമ്മയെക്കുറിച്ചൊരു വാക്ക് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ശരിക്കും ടെൻഷനായി. ഞാൻ വിചാരിച്ചു അമ്മ എൻ്റെ കൂടെ കളിക്കാൻ വരില്ല അങ്ങനെ പറയുന്നു. പക്ഷെ അവൻ പറഞ്ഞത് എൻ്റെ അമ്മ ഭയങ്കര ഹാർഡ് വർക്കറാണ്. അപ്പം അത് എനിക്കത് ഭയങ്കര. എനിക്കും പറയാനാണെങ്കിൽ എന്താ, ഹസ്ബൻഡ് തന്നെയാണ് എന്നിൽ എന്നെക്കാളും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന പുള്ളിയാണ് ആ ഒരു രീതിയിൽ. പിന്നെ എൻ്റെ പപ്പയൊക്കെ ജോലി കാര്യങ്ങളിലോട്ടൊക്കെ ആയിരുന്നു. പക്ഷെ എന്താ, നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊരു ഫീലാണ്. പപ്പായ്ക്ക് ഇപ്പം ഹാപ്പി ആയിരിക്കും, ഉറപ്പാണ് ഹാപ്പി ആവും. ഇവരെ ഞങ്ങൾക്ക് തന്ന ദൈവത്തിനോടാണ് ശരിക്കും നന്ദിയുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പൂവണിയും ഉയരും വളരും
ഇതിനേക്കാളും ഒക്കെ വലുതാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഹെലന, ദേവി ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ട്, ഉയരങ്ങളിലെത്തും. ഞങ്ങൾ ഒരു വർഷം മുമ്പ് കണ്ട സ്വപ്നത്തിലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്പാർക്ക് സ്റ്റോറീസ് ഒക്കെ ഒരു 2-3 വർഷമായിട്ട് ഞങ്ങൾ കണ്ട് എന്നേലും ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഈ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്നു. ഹോട്ട് സീറ്റിൽ വരുന്നു വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് വലിയൊരു ഫാക്ടറാണ്. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരാളെ മിസ്സായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ആദ്യത്തെ 2 പേര് നമ്മളൊന്നും ഇല്ലാത്തപ്പോൾ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അതുപോലെ നമ്മൾ സപ്പോർട്ട് ആഗ്രഹിച്ച ചിലവരിൽ നിന്ന് റിജക്ഷൻസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പോട്ടെ, ഇത്രയും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു, അതാണ് ഹൈലൈറ്റ്. അതോടൊപ്പം നിങ്ങളുടെ ഹൈലൈറ്റ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ പോലെ തന്നെ ആ ആശമ്മയുമാണ്. അപ്പോൾ ഇനി ഉയരങ്ങളിലെത്തട്ടെ. നിങ്ങൾ കേട്ടു ഈ 2 സുഹൃത്തുക്കളുടെ സ്പാർക്കുള്ള കഥ. അവർ 2 പേരും ജോലിയാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ പിന്നീട് എത്തിപ്പെട്ടത് സംരംഭത്തിലുമാണ്. കഠിനാധ്വാനികളാണ്, ഒരു പണം പോലും പ്രതീക്ഷിക്കാതെ തിരിച്ചെടുക്കാതെ പാഷൻ. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇവരുടെ വിജയത്തിൻ്റെ പിന്നിൽ ഒരാൾ സെയിൽസും ഒരാൾ പ്രൊഡക്ഷനുമാണ്. ഇവർ കണ്ടുമുട്ടിയിട്ടുള്ളത് 3 തവണയേ ഉള്ളൂ അത്രേ. ഇത് 4ാം തവണയാണ് ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നാണ് അവർ കണ്ടുമുട്ടുന്നത്. പക്ഷേ ഇന്ന് ജോഗ്രഫീസ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതിന് ഇന്ന് ആധാരമില്ല. നമുക്ക് ബിസിനസ് ചെയ്യാൻ സോഷ്യൽ മീഡിയയുടെ അനന്തമായ സാധ്യതകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ വിജയം നേടിയത്. അതിൻ്റെ പിന്നിൽ അവർക്ക് സപ്പോർട്ടായി അവരുടെ 2 പേരുടെയും ഭർത്താക്കന്മാരുണ്ട്, ഫാമിലിയുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇതുപോലുള്ള മാതാപിതാക്കൾ അവരെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. 2 പേരും, ദേവി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഹെലന. നിങ്ങൾ 2 പേരുടെയും ആ സ്റ്റോറി മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. ബാക്കി എത്രയോ പേരാണ് ഇത് കണ്ടിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ തോന്നട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിന്ന് 18 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്, 10-20,000 കസ്റ്റമറിലേക്ക് നിങ്ങളുടെ ഉൽപ്പന്നം എത്തിച്ചിട്ടുണ്ട്. സ്വപ്നങ്ങൾ വലുതാണ്, ഗ്ലോബൽ ബ്രാൻഡ് ആക്കണം. അതങ്ങനെ തന്നെ ആയിത്തീരട്ടെ എന്ന് ഞാൻ വ്യക്തിപരമായി ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേരിൽ ആശംസയും എൻ്റെ സ്പാർക്കിലെ പാർട്ട്നേഴ്സും ടീമും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.